RSSന്റെയും BJPയുടെയും സംഘപരിവാർ സംഘടനകളുടെയും തുരുപ്പ് ചീട്ടാണ് ശബരിമല. ദക്ഷിണേന്ത്യയിൽ ശബരിമല ഉപയോഗിച്ച് അവരുടെ വേരുകൾ ഉറപ്പിക്കാം എന്നാണ് അവർ കരുതിയത്. അതിനുവേണ്ടിയുള്ള എല്ലാ ശ്രമങ്ങളും അവർ നടത്തിയിരുന്നു. ശബരിമലയിൽ കാണിക്കേണ്ടരുത്, ശബരിമലയ്ക്ക് പണം നൽകരുത് തുടങ്ങി വലിയ ക്യാമ്പയിൻ തന്നെ ശബരിമലയ്ക്കെതിരെ BJP നടത്തിയിരുന്നു. ആ പണം മുഴുവൻ കേരളത്തിലെ മാർക്സിസ്റ്റ് സർക്കാരാണ് കൊണ്ടുപോകുന്നത് എന്ന രൂപത്തിലുള്ള പ്രചാരണവും നടന്നിരുന്നു. എന്ന് വെച്ചാൽ ശബരിമലയെ പൂർണ്ണമായും ഇല്ലാതാക്കുക എന്നത്. ശബരിമലയെ ഉപയോഗപ്പെടുത്തി അല്ലെങ്കിൽ ശബരിമലയെ തകർക്കാനാണ് കേരളത്തിലെ ഇടത് വലത് കക്ഷികൾ ശ്രമിക്കുന്നത് എന്ന് പറഞ്ഞ് വലിയ പ്രചാരണം നടത്തി അതുപയോഗപ്പെടുത്തി കേരളത്തിൽ കഴിയില്ല എങ്കിലും ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ പ്രത്യേകിച്ച് തെലങ്കാനയിലും ആന്ധ്രയിലും തമിഴ്നാട്ടിലുമൊക്കെ വേരുറപ്പിക്കാനും ശബരിമലയ്ക്ക് വേണ്ടി നിൽക്കുന്നത് ഞങ്ങളാണ് എന്ന് പറഞ്ഞ് അവരെ തെറ്റിദ്ധരിപ്പിക്കാനും ഭക്തരെ തെറ്റിദ്ധരിപ്പിക്കാനും BJP നല്ല ശ്രമങ്ങൾ നടത്താറുണ്ട്. അതിൻ്റെ ഭാഗമായി ശബരിമലയിൽ അവർ സമരം വിളിക്കാറുണ്ട്. ശബരിമലയിൽ വന്ന് അയ്യപ്പനെ തൊഴുന്നതിന് പകരം ഡൗൺ ഡൗൺ കേരള CM എന്ന് മുദ്രാവാക്യം വിളിച്ചിട്ടുണ്ട്. ഇതൊക്കെ ശബരിമലയിൽ നടന്നിട്ടുണ്ട്. ഇതിനൊക്കെ ന്യായീകരിക്കാനാണ് സഭയിൽ പ്രതിപക്ഷ അംഗങ്ങൾ തയ്യാറായത് എന്നതാണ് ഏറ്റവും വേദനാകരമായ അനുഭവം. വിൻസെന്റ് ചോദിച്ച ഒരു ചോദ്യമുണ്ട്, അതിന് മന്ത്രി കൊടുത്ത മറുപടി. വിൻസെന്റ് സത്യത്തിൽ BJPയുടെ സംഘപരിവാറിന്റെ നാവായി പ്രവർത്തിക്കുകയാണോ, അതല്ലെങ്കിൽ UDF അംഗങ്ങൾ നിയമസഭയിൽ സംഘപരിവാറിന്റെ നാവായി മാറുകയാണോ എന്ന ചോദ്യത്തിനുള്ള ഉത്തരമാണ് വിൻസെന്റിന്റെ ചോദ്യം. വിൻസെന്റ് സാർ, ഈ വർഷത്തെ തീർത്ഥാടനം വളരെയേറെ ദുരിതപൂർണമായിരുന്നു എന്നും അങ്ങേക്ക് തന്നെ നവകേരള സദസ്സിൽ നിന്ന് വന്ന് നേരിട്ട് ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടി വരുന്നു എന്നുള്ള ശ്രദ്ധയുണ്ട്. സാർ, ചരിത്രത്തിലാദ്യമായി അയ്യപ്പ ഭക്തന്മാർ ശബരിമലയിലേക്ക് പോകാൻ മാലയിട്ടിട്ട് പന്തളം ശ്രീധർമ്മ ശാസ്താ ക്ഷേത്രത്തിന് മുന്നിൽ വന്ന് മാലയൂരേണ്ടുന്ന അവസ്ഥ വരെ ഈ വർഷം ഉണ്ടായിട്ട് അംഗീകരിക്കുന്നു. സാർ, എന്റെ ചോദ്യം, സാർ, അനാവശ്യമായ നിയന്ത്രണങ്ങൾ പോലീസ് അവിടെ ഏർപ്പെടുത്തി. മകരവിളക്ക് ദിവസവും തലേ ദിവസവും വെർച്വൽ ക്യൂ 40,000-ആയി പരിമിതപ്പെടുത്തി. അതിന്റെ തൊട്ടടുത്ത ദിവസം അത് 70,000-വും 80,000-വുമായി മാറി. അപ്പൊ 80,000 പേർ വന്നാൽ പോലും അവിടെ സുഗമമായി തീർത്ഥാടനം നടത്താം എന്നിരിക്കെ ഈ പോലീസ് ഉണ്ടാക്കിയ അനാവശ്യമായ നിയന്ത്രണങ്ങളല്ലേ ഈ ഭക്തജനങ്ങൾക്ക് ഇത്രയും ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കിയത് എന്നുള്ളതാണ് എന്റെ ചോദ്യം. സാർ, അങ്ങ് ആദ്യത്തെ ഭാഗമാണ് ചോദ്യത്തിന്റെ. ഈ യഥാർത്ഥ ഭക്തന്മാരാരും മാല ഊരിയിട്ടോ തേങ്ങ ഉടച്ചോ പോയിട്ടില്ല. കപട ഭക്തന്മാർ മാത്രമാണ് ചെയ്തിട്ടുള്ളൂ. അത്രേ ഉള്ളൂ. അതായത് സന്നിധാനത്ത് വന്നിട്ട് അവിടെ അങ്ങ് പറഞ്ഞ് ശരിയാണ്, 80,000 ഭക്തർ വരെയാണെങ്കിൽ ഒരു പ്രശ്നമില്ലാതെ പരിഹരിക്കാം. അവിടെ 1,25,000 വരെ ഒരു ദിവസം വരികയാണ്. 18-ാം പടി കയറാൻ എങ്ങനെ ശ്രമിച്ചാലും 80,000 പേർക്കാണ് കഴിയുക. അതുകൊണ്ടാണ് അവിടുത്തെ സൗകര്യം വർദ്ധിപ്പിക്കാൻ വേണ്ടിയാണ് അവിടുത്തെ തന്ത്രിയുമായിട്ടും അതുപോലെ തന്നെ മേൽശാന്തിയായിട്ട് ചർച്ച ചെയ്ത് അവിടെ ദർശന സമയം വർദ്ധിപ്പിക്കാൻ തീരുമാനിച്ചത്. കാലത്ത് 3 മുതൽ 1 മണി വരെയാണ് അവിടെ കാലത്തെ പൂജ. അത് കഴിഞ്ഞാൽ 4 മണി കഴിഞ്ഞ് രാത്രി 11 മണി വരെ. ആ 11 മണി വരെ പൂജ നടത്തിയാലും പിന്നെയും ഭക്തർക്ക് കയറാൻ കഴിയുന്നില്ല, ദർശനം നടത്താൻ കഴിയുന്നില്ല. അതുകൊണ്ടാണ് കാലത്ത് എന്നുള്ളത് കുറച്ചുകൂടി 1:30 വരെ നീട്ടാൻ വേണ്ടി തീരുമാനിച്ചത്. അതുപോലെ 3 മണിക്ക് എന്നുള്ളത് 4 മണി തൊട്ട് 11:30 വരെ നീട്ടുകയും ചെയ്തു. അങ്ങനെ 2 മണിക്കൂർ കൂടി അധികം എടുത്തുകൊണ്ടാണ് അധികം വന്ന ഭക്തരെ കയറ്റാൻ വേണ്ടിയുള്ള നടപടി സ്വീകരിച്ചത്. അപ്പോൾ സന്നിധാനത്ത് വരെ എത്തിയതിന് ശേഷം അവിടെ തിരുമടിക്കെട്ടുമായി വന്നതിന് ശേഷം അവിടുന്ന് തിരിച്ചു പോരുന്ന 2-3 ആളുകളെ എടുത്ത് അതിൻ്റെ പ്രചരണം വല്ലാതെ കൊടുക്കുകയാണ്. 2-3 ആളുകൾക്ക് ഉണ്ടാകുന്ന അസൗകര്യമാണോ? 10,000-കണക്കിന് ആളുകൾ ഭക്തർ അവിടെ വർഷങ്ങളായി 2-3 ദിവസമൊക്കെ നിന്ന് ദർശനം നടത്തി പോയിട്ടുണ്ട്. ഒരു കുഴപ്പമുണ്ടാക്കിയില്ല. പക്ഷേ ഇപ്പോൾ ബോധപൂർവം കുഴപ്പമുണ്ടാക്കാൻ വേണ്ടിയുള്ള ഒരു ശ്രമം അവിടെ നടന്നിട്ടുണ്ടെന്നുള്ളത് യാഥാർത്ഥ്യമാണ്. പോലീസ് നല്ലപോലെ ഇടപെട്ടതുകൊണ്ടാണ് വെർച്വൽ ക്യൂ ആദ്യം 90,000 പേരെയാണ് നമ്മൾ നിശ്ചയിച്ചിരുന്നത്. പിന്നീട് അത് 80,000-ആയിട്ട് ചുരുക്കി. വെർച്വൽ ക്യൂ നടത്തിയ സമയത്ത് തന്നെ സ്പോട്ട് രജിസ്ട്രേഷൻ ഉണ്ടായിരുന്നു. സ്പോട്ട് രജിസ്ട്രേഷൻ കൂടാതെ ഭക്തർ സ്വമേധയെ പല വഴികളിലൂടെ വരുന്ന സ്ഥിതിയുണ്ടായി. അങ്ങനെയാണ് നിയന്ത്രണ വിധേയമല്ലാത്ത രീതിയിലേക്ക് ഭക്തജന തിരക്കുണ്ടായത്. അത് നിയന്ത്രിക്കാൻ വേണ്ടി പോലീസ് കുറച്ച് ഇടപെടേണ്ടി വരും. അങ്ങനെ ഇടപെട്ടില്ലായിരുന്നെങ്കിൽ ഉണ്ടാകുന്ന പ്രയാസം വേറെയാണ്. നമുക്ക് പുൽമേടിൻ്റെ അനുഭവമുണ്ട്, അതുപോലെ പമ്പയിലെ അനുഭവമുണ്ട്. ആ അനുഭവം ഉണ്ടാകാതിരിക്കാൻ വേണ്ടി പോലീസിൻ്റെ ഭാഗത്തുനിന്നും കുറച്ച് മുൻകരുതൽ എടുത്തിട്ടുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അത് ശരിയായിരുന്നു എന്നുള്ള അഭിപ്രായമാണ് ഗവൺമെന്റിന്. കോൺഗ്രസ് അംഗമായ വിൻസെന്റിന്റെ ചോദ്യത്തിന് തൊട്ടു പിന്നാലെ കോൺഗ്രസിന്റെ പ്രമുഖ നേതാവ് എന്ന് പറയാൻ കഴിയുന്ന PC വിശ്വനാഥും ഇതേപോലെയുള്ള മറ്റൊരു ചോദ്യമായി എഴുന്നേറ്റു.
അതും സംഘപരിവാറിന് വേണ്ടിയുള്ള ചോദ്യമായിരുന്നു, സംഘപരിവാറിന്റെ വാദമായിരുന്നു. സാർ, ഈ ശബരിമലയിൽ നടപ്പിലാക്കാൻ ശുപാർശ ചെയ്യപ്പെടുന്ന ഉന്നതാധികാര സമിതിയുടെ പദ്ധതിയിൽ ഈ വർഷത്തെ ഒരു അനുഭവത്തിൽ നമ്മൾ വല്ലാണ്ട് തിരക്ക് കൂടിയ സമയത്ത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ശബരിമലയിലെ വെർച്വൽ ക്യൂയുടെ നമ്പർ കുറച്ചു. പക്ഷെ അപ്പോഴേക്കും നിലയ്ക്കലാകട്ടെ, ഇപ്പോൾ എരുമേലി കണമല റോഡിലടക്കം ഈ വാഹനങ്ങൾ പോലീസ് തടഞ്ഞിടുകയുണ്ടായി. മണിക്കൂറുകൾ ആ സ്ഥലങ്ങളിൽ കിടക്കുന്ന സമയത്ത് വെള്ളം കുടിക്കാനില്ലാതെ, പ്രാഥമിക ആവശ്യങ്ങൾക്കുള്ള സൗകര്യമില്ലാതെ ആളുകൾക്ക് ബുദ്ധിമുട്ടുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അപ്പം അത് പരിശോധിച്ച് വരും വർഷങ്ങളിൽ ഇങ്ങനെ ഈ സാഹചര്യം ഇവിടെ ഉണ്ടാകുമ്പോൾ മണിക്കൂറുകൾ ഈ വഴിയിൽ കിടക്കുന്ന ഈ പ്രത്യേകിച്ച് പോലീസ് തടഞ്ഞ സ്ഥലങ്ങൾ നമുക്കറിയാമല്ലോ, അവിടങ്ങളിൽ അതിനുള്ള സൗകര്യം ഒരുക്കണം. അങ്ങ് നേരത്തെ പറഞ്ഞ പോലെ ഈ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്നവർ ഈ പ്രശ്നങ്ങൾ ഉണ്ടായിട്ട് അവരുടെ എല്ലാം ഭാഷയിൽ സർക്കാരിനെ കുറ്റപ്പെടുത്തുന്നത് പൊളിറ്റിക്കൽ അജണ്ട ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് പരിശോധിച്ചു. പക്ഷേ സർക്കാരിന് നല്ലതല്ല, മൾട്ടി ലാംഗ്വേജ് തെറി നമ്മൾ കേൾക്കേണ്ട സാഹചര്യം ഉണ്ടാകുന്നത് ഒഴിവാക്കണം. അത് ഒഴിവാക്കാൻ വേണ്ടിയുള്ള ഇടപെടലുണ്ട്. ചില സ്ഥലത്ത് അങ്ങ് പറഞ്ഞ പോലെ എരുമേലി ചില സ്ഥലത്ത് വണ്ടി പിടിച്ചിട്ടുണ്ടായിരുന്നു. അവിടെ വെള്ളമുണ്ടോ വെളിച്ചമുണ്ടോ അല്ലെങ്കിൽ മറ്റ് സൗകര്യമുണ്ടോ നോക്കാതെ ചെയ്തിട്ടുണ്ട് എന്നുള്ളത് ശ്രദ്ധയിൽപ്പെട്ടുടനെ തന്നെ ഇടപെടുകയുണ്ടായി. അതുകൊണ്ടാണ് കണ്ണമലയിൽ നിന്ന് പിന്നെ വണ്ടി പിടിച്ചിട്ടില്ല, ഒരു പ്രാവശ്യം മാത്രമേ പിടിച്ചിട്ടുള്ളൂ. അപ്പോൾ വണ്ടി പിടിച്ചിടുന്ന സ്ഥലത്ത് അവർക്ക് ഭക്ഷണം കിട്ടുമോ, വെള്ളം കിട്ടുമോ, ടോയ്ലറ്റ് സൗകര്യം ഉണ്ടോ എന്നതിന് ശേഷം മാത്രമാണ് വണ്ടി അവിടെ പിടിച്ചിടാൻ പാടുള്ളൂ എന്നുള്ള നിർദ്ദേശം പോലീസിന് കൊടുത്തു. പോലീസ് തന്നെ കൊടുത്തു. അതിൻ്റെ അടിസ്ഥാനത്തിൽ പോലീസ് തന്നെ ഭക്ഷണം കൊടുക്കുന്ന സ്ഥിതി ഉണ്ടായി. വെള്ളവും ബിസ്ക്കറ്റും എല്ലാം പോലീസ് തന്നെ അവരുടെ പോലീസ് വണ്ടിയിൽ എല്ലാ ഭക്തർക്കും എത്തിച്ചു കൊടുക്കാൻ വേണ്ടിയുള്ള സൗകര്യം ഉണ്ടായി. തെറി വിളിച്ചവർ അവരുടെ രാഷ്ട്രീയ ലക്ഷ്യം എന്താണോ അത് ചെയ്യട്ടെ. പക്ഷെ അതല്ല, ഭക്തർക്ക് ആവശ്യമായിട്ടുള്ള സൗകര്യം ചെയ്തു കൊടുക്കുന്ന കാര്യത്തിൽ ഒരു വീഴ്ചയും വരുത്താതിരിക്കാൻ വേണ്ടിയുള്ള മുൻകരുതൽ എടുത്തിട്ടുണ്ട്, ഇനിയും എടുക്കും. ഈ രണ്ട് ചോദ്യങ്ങൾക്കും മന്ത്രി കെ രാധാകൃഷ്ണൻ കൊടുത്ത മറുപടിയും പ്രേക്ഷകർക്ക് കേട്ടിട്ടുണ്ടാകും. ഇനി ആ മറുപടി പിടിച്ച് വീണ്ടും ശബരിമല വിവാദ കേന്ദ്രമാക്കാൻ ശ്രമിക്കുകയാണ് ചില മാധ്യമങ്ങളും, അതോടൊപ്പം തന്നെ UDF-ഉം. അത് ഏറ്റുപിടിക്കാൻ സംഘപരിവാറും ഉണ്ടാകുമെന്ന കാര്യത്തിൽ സംശയമേയില്ല. അത് ഭക്തരെ കപടഭക്തർ എന്ന് വിളിച്ചു എന്ന് പറഞ്ഞുകൊണ്ടാണ്. ശബരിമല ഉത്സവകാലത്ത് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്തത് പന്തളം കൊട്ടാരത്തിൽ, പന്തളം ക്ഷേത്രത്തിൽ വന്ന് മാലയൂരി തിരിച്ചുപോയവരെ കുറിച്ചാണ്. വലിയ ചർച്ചയായിരുന്നു. ശബരിമലയിലേക്ക് പോകാൻ കഴിയുന്നില്ല, വൻ തിരക്കാണ്, അവിടെ സൗകര്യങ്ങളൊന്നുമില്ല, അതുകൊണ്ട് ഞങ്ങൾ മടങ്ങിപ്പോവുകയാണ് എന്ന് പറഞ്ഞ് പന്തളത്ത് വന്ന് മാലയൂരി പോയി എന്ന രൂപത്തിലുള്ള വാർത്തകൾ വന്നിരുന്നു. അവർ യഥാർത്ഥ ഭക്തരല്ല എന്നും, യഥാർത്ഥ ഭക്തർ എന്തും സഹിച്ച് ശബരിമലയിൽ വന്ന് അയ്യപ്പനെ കണ്ടിട്ടേ പോവുകയുള്ളൂ എന്നും മനസ്സിൽ വെച്ചുകൊണ്ടാണ് മന്ത്രി കെ രാധാകൃഷ്ണൻ പറഞ്ഞത് അത് യഥാർത്ഥ ഭക്തരല്ല, കപട ഭക്തരാണ് എന്നും. കപട ഭക്തരെന്ന് വിളിച്ച് ആക്ഷേപിച്ചു എന്ന രൂപത്തിലുള്ള പ്രചാരണത്തിന് ഇപ്പോൾ തന്നെ തുടക്കമായിട്ടുണ്ട്. ചില മാധ്യമങ്ങൾ അത് ഉയർത്തിപ്പിടിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി അത് മെല്ലെ മെല്ലെ UDF-ഉം അതേപോലെ തന്നെ സംഘപരിവാറും ഏറ്റെടുക്കാൻ സാധ്യത വളരെ വളരെ കൂടുതലാണ്. കാരണം ശബരിമല വളരെ സെൻസിറ്റീവായ ഒരു കേന്ദ്രമാണ്. അത് ഉപയോഗപ്പെടുത്തി കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നേട്ടമുണ്ടാക്കാൻ UDF-ന് കഴിഞ്ഞിരുന്നു, BJP-ക്ക് കഴിഞ്ഞിരുന്നില്ല. എന്നാൽ ഇത്തവണ ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരാൻ പോകുന്നു. അപ്പോൾ ഈ ഒരേ ഒരു വാക്ക് പിടിച്ച് വീണ്ടും ശബരിമല ഒരു വിവാദ കേന്ദ്രമാക്കാനുള്ള ശ്രമം BJP-യും അതേപോലെ തന്നെ UDF-ഉം നടത്താൻ സാധ്യതയുണ്ട്. അതിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. ഏതായാലും മന്ത്രി പറഞ്ഞത് വളരെ വ്യക്തമാണ്. ഇത്തരം സംഭവങ്ങൾ, ശബരിമലയെ തകർക്കാനുള്ള ശ്രമങ്ങൾ വ്യാപകമായി നടക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ മുദ്രാവാക്യം വിളികളും അതോടൊപ്പം തന്നെ സമരങ്ങളും എല്ലാം. അത് സംഘപരിവാറാണ് സംഘടിപ്പിക്കുന്നത്. അതിന് കൂട്ടുനിൽക്കാൻ UDF തയ്യാറാകുമോ എന്ന ചോദ്യമാണ് ഇനി ഉയരുന്നത്.